ഹലോ, വെൽക്കം ബാക്ക് ടു ഹാഷസ് വ്ളോഗ്. അപ്പോൾ ഇന്ന് ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരു 10 മിനിറ്റ്സ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യണത്. ആദ്യം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഞാനൊന്ന് തൊലിച്ചിട്ട് വെക്കുകയാണ്. പിന്നെ ചിക്കൻ കഷ്ണങ്ങൾ നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് തൊലിയോട് കൂടിയുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ നമുക്കിതിന് വേണ്ടത്. അപ്പോൾ അത് അങ്ങനെ ഞാൻ കഴുകിയെടുക്കുകയാണ്. പിന്നെ കഴുകി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ അങ്ങനെ വറ്റിച്ചിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 3 മിനിറ്റ്സ് ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. ആ ടൈമിൽ നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്കിത് വെള്ളത്തിലും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തിട്ട് അങ്ങനെ ഇട്ട് വെക്കാം കേട്ടോ. ഇതിൽ ഞാൻ സാധാരണ സാൾട്ടാണ് കേട്ടോ ചേർക്കുന്നത്. ബ്രോസ്റ്റഡ് ചിക്കനിൽ ചേർക്കുന്ന സാൾട്ടല്ല ചേർക്കുന്നത്, നമ്മൾ നോർമലി കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന സാൾട്ടാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ Star+21 എന്ന് പറഞ്ഞിട്ടുള്ള അറേബ്യൻ ബ്രോസ്റ്റിൻ്റെ പൗഡറാണ് കേട്ടോ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഈ ചിക്കൻ പീസ് ഇതിലേക്ക് കോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. ഞാൻ ഒറ്റ പ്രാവശ്യമാണ് കേട്ടോ അത് കോട്ട് ചെയ്യണത്. അപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഇത് കോട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഒരു കഷ്ണം ഞാൻ അവിടെ കോട്ട് ചെയ്ത് വെച്ചു. പിന്നെ അങ്ങനെ ഓരോരോ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ കോട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. ഞാനിത് ഹലക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കിയാലും അതേപോലെ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കിയാലും എനിക്ക് വ്യത്യാസം തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വെന്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഉള്ളൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒരു 5 മിനിറ്റ്സോളം ഇത് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കന് റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവരും കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.